അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൊള്ള തുറന്ന നോണിയും പറഞ്ഞുകൊണ്ട് നടക്കണ കുഞ്ഞാമീനെ നേർക്ക് നേരെ ദുബായിൽ നിന്നാണ് വിളിക്കുകയാണ്. ആര്? നമ്മുടെ അബ്ദുൽ ഹക്കീം മുസറഫി നേർക്ക് നേരെ അങ്ങോട്ട് വിളിച്ച്, അല്ല മൗലിയാരെ ഉസ്താദെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ സംസാരത്തിൽ വരുമല്ലോ, കാരണം അങ്ങനെയാണല്ലോ നമ്മളെ ശൈലി, ഓലമായിട്ടല്ലല്ലേ നമ്മൾ. അങ്ങനെ നല്ലോണം സംസാരിക്കുന്ന അബ്ദുൽ ഹക്കീം മുസറഫി പിന്നെ അതല്ല, നിങ്ങൾ ഇവിടുത്തെ ലീവിനെ സംബന്ധിച്ച് കൊണ്ട് പരാമർശിച്ചല്ലോ. ആ ലീവ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ 21 മുതൽ 5 വരെയാണ്. അതിൻ്റെ ഇടയിൽ തുറക്കും. ആ സമയത്ത് കുട്ടികൾക്കുള്ള ക്ലാസ് എന്നാ തുടങ്ങുക? 5 മുതലാണ്. ഇടയിൽ തുറക്കും, പൂട്ടും, അടക്കമൊക്കെ ചെയ്യും. കുട്ടികളുടെ ക്ലാസ് ഔദ്യോഗികമായിട്ട് 5 മുതലാണ് എന്ന് അബ്ദുൽ ഹക്കീം മുസറഫി അവിടുന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൗഷാദിൻ്റെ തിരിച്ചു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നൗഷാദ് ചോദിക്കുന്നുണ്ട്, അതല്ല എല്ലാ സ്ഥാപനത്തിൻ്റെയും ലീവ് ഒരേ സമയത്താണോ? അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, അബ്ദുൽ ഹക്കീം മുസറഫി പറയുന്നുണ്ട്, ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരേ സമയത്താണ് ലീവ്. എല്ലാ സമയത്തും ഒരേ സമയത്താണോ? അല്ല. അബ്ദുൽ ഹക്കീം മുസറഫി പറഞ്ഞു കൊടുത്തപ്പോൾ അങ്ങനല്ല, ഇന്ന കോളേജ് ഇന്ന ടൈം മുതലാണ്. അപ്പോൾ അതിനും അബ്ദുൽ ഹക്കീം മുസറഫി പറയുന്നുണ്ട്, അത് അവിടുത്തേതായ സൗകര്യം അനുസരിച്ച് ചെയ്യുന്ന, നിയമപരമായിക്കൊണ്ട് ഇവിടെ എല്ലാ ആളുകൾക്കും നമ്മുടെ കോളേജുകൾക്ക് എല്ലാറ്റിനും ഒരേ ലീവാണ്. അങ്ങനെ തന്നെയാണ് ഇവിടെ, അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. സമസ്ത ഒരേ ടൈമിന് ലീവ് തരും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഓണാണെങ്കിൽ ലീവ് കൊടുക്കാറ് പതിവുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ആണെങ്കിൽ ലീവ് കൊടുക്കൽ പതിവുണ്ട്. ഇപ്പോൾ പെരുന്നാൾക്ക് ലീവ്, മറ്റു കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങളും. കാരണം കുട്ടികൾ മദ്രസ പൂട്ടിയ സ്കൂൾ പൂട്ടിയ കുട്ടികൾ വരുന്നു. അപ്പോൾ ആ ലീവിനെ പരിഗണിച്ചുകൊണ്ട് കുട്ടികൾക്ക് ലീവ് കൊടുക്കാറുണ്ട് സൗകര്യത്തിനനുസരിച്ചിട്ട്. അതുപോലെ സൗകര്യത്തിനനുസരിച്ച് നീങ്ങുന്ന പല മഹല്ലുകളും ഉണ്ട്, പല മദ്രസകളും ഉണ്ട്. ഔദ്യോഗികമായിട്ട് ലീവ് പ്രഖ്യാപിക്കുക സമസ്ത, ഔദ്യോഗികമായി മാത്രം നീങ്ങിയാൽ മതി എന്ന് പറയുന്ന മഹല്ലുകളുണ്ട്. അതല്ല, സൗകര്യത്തിനനുസരിച്ച് നമുക്ക് നീങ്ങാം എന്ന് പറയുന്ന മഹല്ലുകളുണ്ട്. എന്നതുപോലത്തെ ഒരു കോളേജാണ് മറ്റു കോളേജ്. ആ കോളേജിന് ഇന്ന ടൈമിനാണ് ലീവ്. അപ്പം അതിന് മുമ്പ് പറയുന്നുണ്ട് അവിടെ അങ്ങനെയാണ്. കാരണം എന്തുകൊണ്ട്? അവിടുത്തെ മാനേജ്മെൻറ്റും മറ്റു കാര്യങ്ങളും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ മർക്കസിൻ്റെ മുന്നിൽ ഒരു നോട്ടീസ് ഒട്ടിച്ചിരുന്നു എന്ന് പച്ചക്കള്ളം പറയുന്നുണ്ട്. അപ്പോൾ അബ്ദുൽ ഹക്കീം മുസറഫി കുഞ്ഞാമീനോട് പറയുന്നത് എന്താ അറിയോ? നീ എങ്ങാനും അത് തെളിയിക്കുകയാണെങ്കിൽ 1,00,000 ഉറുപ്പ്യ എനിക്ക് തരും ഇൻഷാ അല്ലാഹ്. ആദിക്ക് ഓന് ഏറ്റവും സംഭാഷണം നടത്തി ഒന്ന് കേട്ടു നോക്കാം നമുക്ക് അബ്ദുൽ ഹക്കീം മുസറഫി. അസ്സലാമു വറഹ്മത്തുള്ളാഹി. അല്ലേ? അതെ, അത് നമ്മളെ അബുദാബിനെ വിളിക്കണം. പിന്നെ നിങ്ങളെ ഒരു പ്രസംഗത്തിൽ കേട്ട് ദുബായിലെ മർക്കസിനുമായി ബന്ധപ്പെട്ട് അത് തുറന്നിട്ടില്ല, അതെന്ത് ചെയ്യാൻ അത്ര ലീവ് കഴിഞ്ഞിട്ടും തുറന്നിട്ടില്ല എന്ന്, അത് ശരിയാണോ? പ്രസംഗത്തിൽ വിശദമായിട്ട് പറഞ്ഞതാണല്ലോ. അല്ല, അതിലെന്ന് വെച്ചാൽ ഇവിടെ ഞാനിപ്പോ ഇവിടെ ക്ലാസ്സിനും കാര്യത്തിനും പോകുന്ന ഒരാളാണ്. ഇവിടെ നമുക്ക് 5-ാം തീയതി ഇവിടെ അബുദാബിയില്. അത് ദുബായിലാണ്. ഇവിടെ എല്ലായിടത്തും ലീവ് ഒറ്റന്നാണ്, എല്ലായിടത്തും ഒരു ഒറ്റ ലീവാണുള്ളത്. ഇവിടെ എന്ത് ചെയ്യണം, ഡിസംബർ 21 മുതൽ എന്ത് ചെയ്യും, സ്കൂളുകൾക്ക് എന്ത് ചെയ്യണം, അവധി വന്ന് 5-ാം തീയതി തുറന്നു. ട്യൂഷനുള്ള എല്ലാ സ്ഥാപനങ്ങളും, നമ്മുടെ മദ്രസ ആണെങ്കിലും നമ്മുടെ സെന്ററുകളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ഡിസംബർ 21 എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് അഥവാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യുക, അഥവാ സ്കൂൾ മദ്രസകൾക്ക്, ഇവിടുത്തെ ഓഫീസുകൾക്ക് ഇവിടെ ലീവ് വന്നത് എന്ത് ചെയ്യാണ്, ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ളതാണ്. 5-ാം തീയതിയാണ് പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ സ്ഥാപനം 5-ാം തീയതി. അതിന് അതിന്റെ അടിയിൽ എന്ത് ചെയ്ത് തുറന്നു. പിന്നീട് എന്ത് ചെയ്തു, എന്താ പറയാ, കുട്ടികളുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് തുറന്നു 5-ാം തീയതി 5 വൈകുന്നേരം. 5-ാം തീയതി
ആരെങ്ങളോട് പറഞ്ഞിട്ടോ? ഞാൻ സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കുന്ന ആളാണ്. ഞാൻ ദുബായിലല്ല, അബുദാബി സ്ഥാപനത്തിൽ എടുക്കുന്നതാണ്. അവിടെ ലീവ് എല്ലായിടത്തും ഒരേ മാതിരിയാണ് ക്ലാസ്സുകളൊക്കെ. ദുബായ് മർക്കസിൽ പഠിക്കും. എങ്ങനെ? അവരുടെ വിന്റർ വെക്കേഷന്റെ മെസ്സേജ് കിട്ടിയിരുന്നു നമുക്ക്. എത്രാം തീയതി കൊടുത്തിരുന്നു? അത് തന്നെ 5-ാം തീയതിയാണ് ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചത്. ആ മെസ്സേജ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. എനിക്ക് 21-ാം തീയതി പോലെ 5-ാം തീയതി ലീവ് എന്നുള്ളത്. ആയിക്കോട്ടെ, കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട് അവിടെ കേട്ടോ? അല്ല, നിങ്ങളെ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ടെന്നാണ്. നോട്ടീസ് ആണ് 21-ാം തീയതി പൂട്ടിയിട്ട് 5-ാം തീയതി അല്ല തുറന്നിട്ടുള്ളത്. 5-ാം തീയതി തുറന്നിക്കണം. 5-ാം തീയതി തുറന്നാണ്. 5-ാം തീയതി ക്ലാസ് അല്ല. 5-ാം തീയതി നിങ്ങളുടെ ദുബായ് മർക്കസിന്റെ ലീവ് 21 to 5 അല്ല. അല്ലാന്ന് 5-ാം തീയതി അവിടെ ക്ലാസ് നടന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ എന്ത് ചെയ്യാണ്? ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞു. പിന്നെ നിങ്ങൾ പറഞ്ഞത് അവിടെ നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്ന ക്ലാസ് പോലെ 21-ാം തീയതി പൂട്ടിയിട്ട് പിന്നെ വെക്കേഷൻ എത്ര സമയം ഉണ്ടായിരുന്നു? അതിന് 5-ാം തീയതി വരെ അല്ല, തന്നെ 21 മുതൽ 5-ാം തീയതി വരെയല്ല. നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെസ്സേജ്, നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെസ്സേജ് 21 മുതൽ 5 വരെയല്ല. അത് പറഞ്ഞു അവിടെ തന്നെ നിങ്ങളുടെ വെക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്നു, വീണ്ടും വെക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് 5-ാം തീയതി. നിങ്ങൾക്ക് പറഞ്ഞ കളവാണ്. ഞാനിപ്പോ നമ്മളിപ്പോ ഇവിടെ വാശിക്ക് വേണ്ടിട്ടല്ല, നമ്മള് വാശിക്ക് വേണ്ടി പറഞ്ഞ ഇപ്പൊ നിങ്ങളെ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് അവിടെ ക്ലാസ് നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നതാണ്. ആ നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നത് പറഞ്ഞത് കളവല്ലേ? 21-ാം തീയതി മുതൽ 21-ാം തീയതി മുതൽ തുടങ്ങിയ ലീവ് 5-ാം തീയതി വരെ നീണ്ടു എന്നുള്ളത് ഒന്നുകിൽ നിങ്ങൾ ബോധപൂർവം കളവ് പറയാ, അല്ല എങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. ഞാൻ ക്ലാസ് എടുക്കുന്ന ലീവ് എല്ലായിടത്തും ഇവിടെ എല്ലാ ഒറ്റ മിനിറ്റ് എല്ലാ സ്ഥാപനത്തിനും അങ്ങനെ ലീവ് എന്നല്ലേ പറഞ്ഞത്? അതെ, ഞങ്ങളെ അതും നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. അല്ല, സഅദിയ നിങ്ങളെ സ്ഥാപനത്തിൽ പെട്ടതാണോ? അല്ലേ? എങ്ങനെ? ജാമിയ സഅദിയ നിങ്ങളെ സ്ഥാപനത്തിൽ പെട്ടതാണോ? അല്ലേ? ആണ്. അവിടുത്തെ ലീവ് എന്നാ? അവിടുത്തെ ലീവ് കുട്ടികളുടെ സൗകര്യത്തിനനുസരിച്ച് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു എല്ലാ സ്ഥാപനങ്ങൾക്കും സ്കൂൾ മദ്രസകൾക്കൊക്കെ 21-ാം തീയതി മുതൽ ലീവ് പറഞ്ഞില്ല. അത് പറഞ്ഞത് ഒന്നുകിൽ നിങ്ങൾ ആരോ തെറ്റിദ്ധരിക്കും. സഅദിയയുടെ ലീവ് ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട്. സഅദിയയുടെ ലീവ് ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞങ്ങളൊരു വിഷയം പറയുമ്പോ രക്ഷിതാക്കൾക്ക് ഔദ്യോഗികമായിട്ട് സഅദിയന്നാവട്ടെ മർക്കസിൽ നിന്നാവട്ടെ ഒഫീഷ്യലായിട്ട് നിങ്ങൾ വിട്ടിരിക്കുന്ന മെസ്സേജ് ഞങ്ങളെ കയ്യിലുണ്ട്. അത് വെച്ചിട്ടാ ഞങ്ങളെ സംസാരം. അതുകൊണ്ട് ലീവ് തുടങ്ങിയിരിക്കുന്നത് 10-ാം തീയതി മുതലാണ്, ഡിസംബർ 10 മുതലാണ്. മർക്കസിന്റെ ലീവ് തുടങ്ങിയിരിക്കുന്നത് 21-ാം തീയതി മുതലാണ്. പിന്നെ 5-ാം തീയതി വരെ നമ്മൾ പറയുന്നതും കൂടെ കേൾക്കി. നിങ്ങൾ പറഞ്ഞ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. അതല്ല, നിങ്ങൾ പറഞ്ഞ കളവ് ഞാൻ ഇപ്പൊ ബോധ്യപ്പെടുത്തി തരാനാണ്. നിങ്ങൾ പറഞ്ഞ കളവ് ബോധ്യപ്പെടുത്തി തരാണ്. അല്ല, അത് പൂട്ടുമല്ലേ തുറന്നുവിടില്ലല്ലോ. 24 മണിക്കൂർ തുറന്നുവിടില്ല. അത് പഠനം കഴിഞ്ഞാല് പ്രവർത്തനം കഴിഞ്ഞാല് അല്ലല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞ കളവാണ്. കളവ് എപ്പോഴും പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ ശുദ്ധമായ ഒരു കളവ്. നിങ്ങൾ പറഞ്ഞു അതെന്താണ് ഹുക്കൂമത്തിന്റെ ആധികാരികപ്പെട്ട ആളുകളുടെ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. ആ നോട്ടീസ് ഒന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ പറ്റുമോ? ആ നോട്ടീസ് നിങ്ങൾക്ക് ഒന്ന് ബോധ്യപ്പെടുത്താൻ തരാൻ പറ്റുമോ? കാരണം നിങ്ങൾ പറഞ്ഞ സ്റ്റേജിൽ പറഞ്ഞത് എന്താണ്? നിങ്ങൾ സ്റ്റേജിൽ പറഞ്ഞു നിങ്ങളെ പച്ചയായ കളവ് എന്ത് ചെയ്യും? സ്റ്റേജ് കെട്ടി പറഞ്ഞു. കുഞ്ഞാമതി കട്ടാക്കി പോയി. കാരണം എന്താ? കുഞ്ഞാമതി പച്ച നോണ അറിഞ്ഞ് എന്തേ അതെന്ത് ചെയ്യാം? നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. അത് ഞങ്ങളെ കയ്യിലുണ്ട്. നോട്ടീസ് ആക്കാറാക്കി
കട്ടാക്കി പാഞ്ഞിട്ട് കരഞ്ഞു കുഞ്ഞാമരെ. ആ നോട്ടീസിന്റെ ഒരു ഫോട്ടോ, നോട്ടീസ് ഒട്ടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വലിയ ബിംബിളക്കിയിട്ടുണ്ട്. ആ നോട്ടീസിന്റെ ഒരു ഫോട്ടോ ഒന്ന് ഹാജരാക്കി തരാൻ പറയാം. അവിടെ മോളാദ്യം തന്നെ ഒട്ടിച്ച നോട്ടീസിന്റെ ഒരു ഫോട്ടോ കൊണ്ട് അയച്ചു തരാൻ പറയാം. അങ്ങനല്ലേ തെളിയിക്കുക? ആധികാരിക തെളിവ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനല്ലേ? അതൊന്നും അവനോട് പറയാം. അത് തെളിയിച്ചെന്ന് അവനക്ക് ₹1,00,000 ഞാൻ കൊടുക്കും. ധൈര്യമായിട്ട് നിങ്ങൾ പറഞ്ഞോളി. അങ്ങനെ കുഞ്ഞാമത് പറഞ്ഞ് ശുദ്ധമായ കളവാണ്. കുഞ്ഞാമേ ആണെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുത്തോ. അബ്ദുൽ ഹക്കീം അഷ്റഫി ദുബായിലുള്ള ഉസ്താദേ മൂപ്പർ എന്നെ വെല്ലുവിളിക്കുന്നുണ്ട്. എന്ത് അങ്ങനെ പിന്നെ അവിടെ കോളേജിൻ്റെ മുന്നിൽ ഒരു നോട്ടീസ് ഒട്ടിച്ചിക്കണെന്ന് വെച്ച് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട് എന്ന് കുഞ്ഞാമ തെളിയിച്ചാൽ ₹1,00,000 തരുന്നതാണത്. വേണമെങ്കിൽ നോയിക്കോ. എന്നാൽ പിന്നെ ആ കടം വീട്ടാ. പിന്നെ പണയം വെച്ചതിൻ്റെ പലിശയെങ്കിലും കൊണ്ടുപോയി അടക്കാം. അവയെ നോയിക്കട്ടോ. ഇൻഷാ അല്ലാ. പച്ച നോണിയും പറഞ്ഞ് നടക്കല്ലേ കുഞ്ഞാമേ.